അടുത്ത മുന്നറിയിപ്പ്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഞാൻ പറയാതെ തന്നെ അറിയാം, രാജ്യങ്ങൾ മുഴുവനും പരസ്പരം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. റഷ്യ പറയുന്നു, അമേരിക്ക പറയുന്നു ഞാനാണ് വലുത്. റഷ്യ പറയുന്നു ഇല്ല, ഞാനാണ് വലുത്. നിമിഷ നേരം കൊണ്ട് ഭൂമിയെ മുഴുവനും ചാമ്പലാക്കുവാനുള്ള ആയുധം എൻ്റെ പക്കലുണ്ട്. അമേരിക്കയും റഷ്യയും ജപ്പാനും പഞ്ചമഹാശക്തിയിൽ ഇന്ത്യയും ചേർന്നിട്ടുണ്ടല്ലോ. എല്ലാ രാജ്യങ്ങളും പറയുന്നു ഞങ്ങൾക്ക് അരമണിക്കൂർ വേണ്ട, 15 മിനിറ്റ് വേണ്ട, രാജ്യം മുഴുവനും ചുട്ടരിക്കുവാൻ. അമ്പും വില്ലിലും കല്ലിലും തുടങ്ങിയ യുദ്ധം ഇന്ന് ന്യൂക്ലിയർ ആറ്റം ബോംബുകളിൽ വരെ എത്തിയിരിക്കുകയാണ്. എന്താ, ഒരു നിമിഷം മതി ഭൂമി മുഴുവനും ചുട്ടി ചാമ്പലാകാൻ പോവുകയാണ്. പത്രോസ് ഇപ്രകാരം വിളിച്ചു, പ്രവചനാത്മാവിൽ പത്രോസ് വിളിച്ചു പറഞ്ഞു, മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും, ആകാശവും ഭൂമിയിലുള്ള സകലതും ചുട്ടഴിയാൻ പോവുകയാണ്. ഈ മൂലപദാർത്ഥങ്ങൾ കത്തിയടിയാൻ പോവുകയാണ്. ആ ന്യായവിധിക്കായി ഈ ഭൂമി സൂക്ഷിച്ചിരിക്കുന്നു. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നീ സന്തോഷിക്കുക. നിനക്ക് ഇഷ്ടമുള്ള വഴിയിൽ നീ പോകാം. നിന്റെ ഹൃദയം സന്തോഷിക്കട്ടെ. പക്ഷേ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം. ഇതാണ് ഞങ്ങളുടെ ദൂത്. നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ദൈവത്തെ ഭയപ്പെടണം. ഒന്ന്, ദൈവത്തെ ഭയമുള്ളവരായിരിക്കണം. ദൈവത്തെ മനുഷ്യനെ ഭയമില്ല എന്ന് പറയുന്ന എത്രയോ പേരെ കേട്ടിട്ടുണ്ടല്ലേ? ദൈവത്തെ ഭയമില്ല. ഒന്നുകിൽ ദൈവത്തെ ഭയപ്പെടണം, അല്ലെങ്കിൽ മനുഷ്യനെ ഭയപ്പെടണം. ഇങ്ങനെ പറയുന്നത് എത്ര പേരുണ്ട്? പക്ഷെ തലമുറകൾ ചിന്തിക്കുക. ഒന്ന്, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തെ ഭയപ്പെടുവാൻ. രണ്ട്, എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുവാൻ. എത്രയോ മാതാപിതാക്കൾ കരയുന്നു, കണ്ണുനീർ പൊഴിക്കുന്നു തങ്ങളുടെ മക്കളെ ചൊല്ലി. എത്രയോ പേർക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞ് ഞാൻ പറയുമ്പോൾ അവൾ അനുസരിക്കാതെ അവൻ എന്നെ വിട്ടു പോകുന്ന അവളുടെ വഴി, സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നു. പല കുഞ്ഞുങ്ങളും വിളിച്ച് പറയത്തില്ലയോ, അപ്പൊ അവന്റെ കാര്യം നോക്ക്, അമ്മ നമ്മുടെ കാര്യം നോക്ക്, ഞാൻ എന്റെ വഴി എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. ഒറ്റ മനുഷ്യനും പറയരുത് ഇനി കേട്ടോ. മാതാപിതാക്കളെ അനുസരിക്കാൻ തയ്യാറാണ്. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം. അല്ല സഭ മാറണമെന്നുള്ള പറയാൻ നന്നല്ല ഞങ്ങൾ. നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം, മാതാപിതാക്കളെ അനുസരിക്കണം, ഗുരുക്കന്മാരെ ആദരിക്കണം.